വിജയൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, നമസ്തേ സാറേ. നമസ്കാരം. ഞങ്ങൾ ഇടപെടും എന്നാണ് ട്രംപ് എക്സിൽ കുറിക്കുന്നത്. ട്രംപ് ഇടപെട്ടാൽ പ്രശ്നം വഷളാകുമോ, പ്രശ്നം ശാന്തമാകുമോ? ട്രംപൊന്നുമല്ല സാറേ, ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാട്ടി വലിയ ആളുകൾ ആരാ സാറേ ഉള്ളത്? ഇപ്പൊ ഈ ഇറാനിൽ സംഭവിക്കാൻ കാരണം തന്നെ ഇറാനില് ജനങ്ങൾ അവരൊന്നായിട്ട് നിൽക്കാത്തതുകൊണ്ട്, അവരിൽ ഒത്തൊരുമയില്ലാത്തത് കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഇറാനിൽ വിസ ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ പൈസയ്ക്ക് നമ്മുടെ നാട്ടിലെ പേപ്പറിന്റെ വില പോലും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നൊരു കുബൂസ് മേടിക്കാൻ ചോദിച്ചോടനെ അവര് ചോദിക്കുന്നത്, അവിടുത്തെ പൈസ കൊടുത്തോടനെ അവര് പറഞ്ഞത് ആ പൈസ വേണ്ട, UAE പൈസ കൊണ്ടേ തരാൻ. അത് ശരി. അപ്പൊ ശ്രീ വിജയൻ ഇറാനിൽ പോയി കുബൂസ് കഴിക്കാൻ ഒരു ശ്രമം നടത്തി അല്ലേ? അല്ല, പോയത് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. 2 ദിവസം അബുദാബിയിൽ നിന്ന് വിസ ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയതാ. അപ്പം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്ന് അവിടെ ചെന്നപ്പോൾ ഞാനിത് പറഞ്ഞ സത്യമാണ്. അപ്പൊ ഇറാനിയൻ റിയാലാണോ കൊടുത്തത്? ഇറാന്റെ പൈസ എടുത്ത് കൊടുത്തേ പറഞ്ഞില്ല. അല്ല, ഇത് വേണ്ട, UAE പൈസ തരാൻ പറഞ്ഞു. UAE പൈസ കൊടുത്താണ് പിന്നെ ഞാൻ കുബൂസ് മേടിച്ചത്. അപ്പം ഇതിന്റെ എല്ലാ അവര് തമ്മിൽ ഒരു ചേർച്ചയില്ല, പല തട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് അവിടെ സംഭവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര വലിയ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും വലിയ ആളുകളോട് നമ്മളെ രാജ്യത്ത് ഇതൊന്നും ബാധിക്കില്ല. ഇവിടെയും പലരും ഇങ്ങനെ കുത്തിത്തിരുകി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇവിടെ കണ്ടോ, അങ്ങോട്ട് നോക്കൂ, ഇവിടെ വലിയ പ്രശ്നം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് കൂടാതെ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, നമുക്കൊരു വിഷയം ഒരു ദിവസം ബംഗ്ലാദേശ് ചർച്ച ചെയ്യാം. ഏതായാലും പൊതുവേദി പ്രേക്ഷകരൊക്കെ ഇങ്ങനെ പലതരം അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അവിടെ പോയതിൻ്റെയും ഒക്കെ. അപ്പോൾ ശ്രീ വിജയൻ ഇറാനിൽ ചെന്ന് ഒരു കുബൂസ് കഴിക്കാൻ പോയതും അവിടുത്തെ ആ പൈസയ്ക്ക് മൂല്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെയും ഒക്കെ നേരിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപക്ഷെ വലിയ ചർച്ചകളിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു കരുത്താണത് വ്യക്തമാക്കുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ചെറിയൊരു ഇടവേള എടുത്ത് പെട്ടെന്ന്